ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുന്ന ധനുഷിനെയാണ്. ഇല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാനേ പാടില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹയെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അത്രയും പറഞ്ഞുകൊണ്ട് ധനുഷ് സ്നേഹയെ വിളിക്കുകയാണ്. അച്ഛനും ഏട്ടന്മാരും കൂടി എൻ്റെ വിവാഹകാര്യം ഇവിടെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, നീ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ തൻ്റെ പ്ലാനെല്ലാം ധനുഷ് സ്നേഹയോട് പറയുമ്പോൾ ഇത് നടക്കുമോ ധനുഷ്, എനിക്ക് പേടിയാകുന്നെന്ന് സ്നേഹ പറയുന്നു. താൻ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായി തന്നെ നടക്കുമെന്ന് ധനുഷ് പറയുമ്പോൾ അതിന് സമ്മതം മുളുകയാണ് സ്നേഹ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പിന്നീട് കാണിക്കുന്നത് സ്നേഹയുടെ കാര്യം സംസാരിക്കുന്ന അർച്ചനയും സച്ചിയെയും സന്ദീപിനെയും സേതുമാധവനെയുമാണ്. അച്ഛൻ വിഷമിക്കാതെ എല്ലാം ശരിയാകുമെന്ന് അർച്ചന പറയുമ്പോൾ ഇനിയും ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും സച്ചി പറയുന്നു. കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവള് സ്വയമായി തന്നെ മാറിക്കോളുമെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആകെ തകർന്നിരിക്കുന്ന സേതുമാധവനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സ്നേഹയെ പെണ്ണു കാണാനായി അർച്ചനയുടെ കൂട്ടുകാരിയും മറ്റുള്ളവരും എത്തിയിരിക്കുന്നതാണ്. നീ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ടോ നീതു എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടെന്ന് നീതു പറയുന്നു. തുടർന്ന് രണ്ട് കുടുംബങ്ങളും സ്വയം പരിചയപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ മകൻ നല്ലൊരു പെണ്ണിനെ കിട്ടണം, മദ്രാസിൽ IT കമ്പനിയിൽ ഇവൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ നീതുവിൻ്റെ അച്ഛൻ പറയുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ വലിയ ഡിമാൻഡൊന്നുമില്ലെന്നും പയ്യൻ നല്ല ആളായാൽ അതുമാത്രം മതിയെന്നും സേതുമാധവനും പറയുന്നു. തുടർന്ന് സ്നേഹയെ വിളിക്കാനായി സേതുമാധവൻ പറയുമ്പോൾ അർച്ചനയും സച്ചിയും കൂടി മുകളിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും മാറി മാറി കഥകൾ തട്ടുന്നുണ്ടെങ്കിലും സ്നേഹ കഥക് തുറക്കുന്നില്ല. അങ്ങനെ അവർ പോയിട്ട് കുറേ നേരമായി കാണാത്തത് കൊണ്ട് തന്നെ നീതുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല പെൺകുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ, അവൾ റെഡിയാകുകയായിരിക്കും, അതാ ഇത്ര താമസിക്കുന്നത്. സന്ദീപേ, നീ ഒന്ന് പോയി നോക്കിയിട്ട് വരാനായി സേതുമാധവൻ പറയുമ്പോൾ സന്ദീപും മീരയും കൂടി മുകളിലേക്ക് പോകുന്നു. എന്താ ഏട്ടത്തി, എന്തു പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ കുറേ നേരം ഞങ്ങൾ കഥകൾ തട്ടുന്നു. സന്ദീപേ, ഇവൾ കഥക് തുറക്കുന്നില്ലെന്ന് അർച്ചന വിഷമത്തോടെ പറയുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി കഥകൾ തട്ടുന്നുണ്ടെങ്കിലും സ്നേഹ കഥക് തുറക്കുന്നില്ല. അതേസമയം അർച്ചനയ്ക്ക് മനസ്സിലെന്തൊക്കെയോ വിഷമം പോലെ തോന്നുകയാണ്. ഇനി അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണുമോ? സന്ദീപേ, ഇനി നീ കാത്തു നിൽക്കണ്ട, നീ എങ്ങനെയെങ്കിലും കഥക് തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കാൻ അർച്ചന പറയുന്നു. അങ്ങനെ സന്ദീപ് കഥക് പൊളിച്ച് അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും സ്നേഹ റെഡിയായി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? റെഡിയാകാതെ പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങിക്കൊണ്ട് സ്നേഹ പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മീര താഴേക്ക് പോകുന്നു. അങ്ങനെ അനഘയും മീരയും സ്നേഹയും കൂടി ചെറുക്കൻ കൂട്ടർക്കെല്ലാം ചായ കൊടുക്കുകയാണ്. മോൾക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്ന് നീതുവിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിവാഹം ഒരു തവണ മുടങ്ങിയതാണ്, അത് ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് നീതുവിൻ്റെ അച്ഛൻ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ മാനസിക വിഷമത്തിൽ നിന്നും എനിക്കിതുവരെ പുറത്തു കടക്കാനായിട്ടില്ല. പിന്നെ എൻ്റെ ഏട്ടന്മാരെയും അച്ഛനെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മാത്രമാ ഞാനിപ്പോൾ ഒരുങ്ങി വന്നിവിടെ നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന അവർ ഞെട്ടലോടെ സ്നേഹയെ നോക്കുമ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് സേതുമാധവൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.